തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമലയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ വില്ലോദനാഥ ക്ഷേത്രത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. പടിഞ്ഞാറേ അറ്റത്ത് പാറക്കെട്ടുകൾക്ക് മുകളിൽ ഇരട്ട ശ്രീകോവിലുകളുള്ള ശ്രീ വില്ലോദനാഥ ക്ഷേത്രത്തിൽ കിഴക്ക് ദർശനമായി ലക്ഷ്മണനും പടിഞ്ഞാറ് ദർശനമായി ശ്രീരാമസ്വാമിയും കുടികൊള്ളുന്നു. ഇതിൽ കിഴക്ക് ദർശനമായി ചതുർബാഹുവായ ഭൂലോകനാഥന്റെ വിഗ്രഹമാണ് ലക്ഷ്മണ സങ്കല്പത്തിൽ ആരാധിച്ചു വരുന്നത്. പടിഞ്ഞാറ് ദർശനമായുള്ള സ്വയംഭൂവായ വിഗ്രഹമാണ് വില്ലോദനാഥനായ ശ്രീരാമസ്വാമിയുടേത്. നാലമ്പലത്തിനുള്ളിൽ ഗണപതിയുടെ പ്രതിഷ്ഠയും പടിക്കെട്ടുകൾ കയറി ചെല്ലുമ്പോൾ അരയാലുകളാൽ ചുറ്റപ്പെട്ട ശ്രീ വില്ലോദനാഥന്റെ തിരുമുറ്റത്തെത്തുന്നു. കരിങ്കല്ല് പാകിയ പ്രദക്ഷിണവഴി, ശാന്തമായ അന്തരീക്ഷം ഈ പടിക്കെട്ടുകൾ കാണാൻ അതിമനോഹരമാണ്. എങ്ങും പച്ചപ്പുകൾ മാത്രം. പടിക്കെട്ടിന്റെ അറ്റത്ത് അതിമനോഹരമായൊരു കുളമുണ്ട്. കിഴക്ക് ഭാഗത്തായി ലക്ഷ്മണസ്വാമി കുടികൊള്ളുന്നു. കിഴക്ക് ഭാഗത്ത് തന്നെ പാറക്കെട്ടുകൾക്ക് മുകളിൽ അരയാൽ സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രം കാവൽക്കാരനായി ശ്രീരാമദാസനായ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയുമുണ്ട്. ഹനുമാൻ സ്വാമിയുടെ പ്രധാനപ്പെട്ട വഴിപാട് വറ്റിലമാലയും വടമാലയുമാണ്. ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്ത് പടിക്കെട്ടുകൾ ഇറങ്ങിയാൽ കുണ്ടിലയ്യപ്പൻ എന്ന പേരിൽ ശിവപാർവതി സമേതനായ ശാസ്താവിന്റെ ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്ക് മൂലയിൽ ഗുരുവായൂരപ്പൻ ആൽമരം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു തൊഴുതാൽ ഗുരുവായൂരപ്പനെ ആരാധിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന വലതുവശത്തായി സരസ്വതി കുണ്ട് സ്ഥിതി ചെയ്യുന്നു. ത്രേതായുഗത്തിൽ കർഷവ മഹർഷിയുടെ ഒരു പുത്രൻ ഇവിടെ ഇരുന്നു തപസ് ചെയ്തിരുന്നു എന്നും തപസ് ചെയ്യുന്ന കാലയളവിൽ ആമലക ഫലം ആയത് നെല്ലിക്ക മാത്രം ഭക്ഷിച്ചിരുന്നു എന്നും ആയതിനാൽ ആമലക മഹർഷി എന്നാണ് അറിയപ്പെടുന്നത് എന്നും വിശ്വാസം ആ മഹർഷിക്ക് ഇവിടെ വെച്ച് തന്നെ വിഷ്ണു ദർശനം ലഭിച്ചു എന്നും പറയപ്പെടുന്നു.